നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് കാർ യാത്രികനായ മലപ്പുറം സ്വദേശി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ അനിമൽ കീപ്പറായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കൈനൂർ സ്വദേശി. ആമ്പല്ലൂർ ഹൈവേ അടിപ്പാത നിർമ്മാണം ഇഴയുന്നതിനെതിരെ പ്രതിഷേധവുമായി ആമ്പല്ലൂരിലെ വ്യാപാരികൾ. വ്യാപാരികൾക്കും ജനങ്ങൾക്കും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെന്ന ആരോപണം. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ. പുതുക്കാട് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി 2 ദിവസത്തേക്ക് അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 8 മുതൽ വ്യാഴാഴ്ച വൈകിട്ട് 6 വരെയാണ് അടച്ചിടുന്നത്. ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 25 ലക്ഷം രൂപ പിടികൂടി. പണം പിടികൂടിയത് ചെറുതുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയിരുന്ന വാഹന പരിശോധനയ്ക്കിടെ. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ ബണ്ടിലെ പാലത്തിനോട് ചേർന്ന് കരിങ്കൽക്കെട്ട് ഇടിഞ്ഞത് പുനർനിർമ്മിക്കാൻ നടപടിയായില്ല. വെള്ളക്കെട്ട് ഭീഷണിയിൽ കുടുംബങ്ങൾ. വാർത്തകൾ വിശദമായി. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാർ യാത്രികനായ മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ശരൺ കൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ അനിമൽ കീപ്പറായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൂർ കൈനൂർ കേടേലി രാജൻ മകൻ 26 വയസ്സുള്ള അമൽ രാജാണ് മരിച്ചത്. തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു അമൽ. ജോലി കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ തിരികെ എത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുളത്തിന് സമീപത്ത് നിന്ന് അമലിന്റെ ചെരുപ്പും ബാഗും കണ്ടെത്തി. അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിലാണ് സുവോളജിക്കൽ പാർക്കിലെ കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ദേശീയപാത ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ഇഴയുന്നതിനെതിരെയും വ്യാപാരികൾക്കും ജനങ്ങൾക്കും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിലും പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിലെ വ്യാപാരികൾ കടകളടച്ച് ധർണയും പ്രകടനവും നടത്തി. ആമ്പല്ലൂർ യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പണ്ടാരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് KT പീയൂഷ് നേതൃത്വം നൽകി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യാതിഥിയായി. യൂണിറ്റ് സെക്രട്ടറി PL റജി, സുധീർ പെരുമറത്ത്, റിജോ ഫ്രാൻസിസ്, K ജയകുമാർ, ആന്റണി തയ്യാലക്കൽ എന്നിവർ പ്രസംഗിച്ചു. ഇനിയും അധികൃതർ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ദേശീയപാത ഉപരോധിക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് MLAയുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗ തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയ പോലെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത്. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം അതിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിട്ട് മെയിൻ റോഡിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുകയുള്ളൂ എന്നായിരുന്നു യോഗത്തിൽ തന്നിരുന്ന ഉറപ്പ്. എന്നാൽ നിർമ്മാണ ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ മെയിൻ റോഡ് പൊളിക്കുകയും സർവീസ് റോഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതോടെ യാത്രക്കാരും വാഹനങ്ങളും 6-5 കിലോമീറ്റർ ക്യൂവിൽ പെട്ടുവലഞ്ഞു. ഇപ്പോൾ അടിപ്പാതയുടെ പില്ലറിനു വേണ്ടി എടുത്ത കുഴി 1.5 മാസത്തിനു ശേഷം മൂടിയിരിക്കുകയാണ്. തികച്ചും അശാസ്ത്രീയമായും അലംഭാവത്തോടെയുമാണ് പണികൾ ഇഴഞ്ഞു നീങ്ങുന്നത്. ഈ രീതിയിൽ ചാലക്കുടി അടിപ്പാത പോലെ 7-8 വർഷങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിച്ചു നീട്ടാൻ അനുവദിക്കില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു.
ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള 200ഓളം വരുന്ന വ്യാപാരികൾ വലിയ ദുരിതത്തിലാണ്. വലിയ രീതിയിൽ പൊടിയും മെറ്റലും അടിക്കുന്നത് മൂലം കട തുറന്നുവെക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും വ്യാപാരികൾ പറയുന്നു. സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ സ്കൂട്ടറുകൾക്ക് പോലും ഫൈൻ അടിച്ചും ബഹളമുണ്ടാക്കിയും ഓടിക്കുന്നു എന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു. സർവീസ് റോഡുകളുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി വാഹന ഗതാഗതം സുഗമമാക്കുക, വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, ഇഴഞ്ഞു നീങ്ങുന്ന പണികൾ വേഗത്തിലാക്കി 1 വർഷത്തിനുള്ളിൽ തന്നെ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കുക തുടങ്ങിയവയാണ് വ്യാപാരികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഇക്കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നാണ് വ്യാപാരി നേതാക്കൾ പറയുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു സൂചനാ സമരത്തിന് നാം നേതൃത്വം നൽകുകയാണ്. എന്തിനാ സൂചനാ സമരം? നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനമെമ്പാടും ദേശീയപാത നിർമ്മാണങ്ങൾ നടക്കുകയാണ്. ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ 2 കൂട്ടരാണ് പ്രധാനമായിട്ടും പീഡിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം വ്യാപാരികളാണ്. എവിടെ എന്ത് വികസനം നടന്നാലും ആ വികസനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഞങ്ങൾ നേരിട്ടിട്ട് ഓടിച്ചോട്ട് ആൾ പറയണമെന്നുണ്ടെങ്കിൽ കോൺകാട് പറയണം, ഇവിടെ നനയ്ക്കണ്ടാവും. വ്യാപാരികളോട് ഒരു വ്യക്തിവൈരാഗ്യം പോലെ. മാത്രമല്ല, നമ്മൾ ഈ പൊടിയും അതുപോലെ കല്ല് തെറിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ കടകളിലേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റുന്നത്. മിക്കവാറും കടകൾ അടച്ചിട്ട് തുടങ്ങി. കാരണം ഒരാൾ കസ്റ്റമർ വരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും കസ്റ്റമർ ബൈക്കോ സ്കൂട്ടറോ കൊണ്ടുവന്ന് ബൈക്ക് ഇവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ കോൺകാടിന്റെ പ്രധാന പണി എന്താണ്? ഈ ബ്ലോക്ക് ഇന്നിവിടെ 100 പേരാണ് വന്നിരിക്കുന്നതെങ്കിൽ നാളെ അത് 1000, 50,000 ആൾക്കാര് ഇവിടെ വരും. ഇത് പറഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു പോവുകയും ഇതിന്റെ ബാക്കിയുള്ള ആൾക്കാരെ വിവരം അറിയിക്കുകയും നമ്മൾ ഫോൺ ചെയ്യുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തില് അവിടെ വന്ന ഇതിന്റെ സർവേ, ഇതിന്റെ കേരളത്തിന്റെ ഏറ്റവും വലിയ പുതുക്കാട് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി 2 ദിവസത്തേക്ക് അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് ബുധനാഴ്ച രാവിലെ 8 മുതൽ വ്യാഴാഴ്ച വൈകിട്ട് 6 വരെ അടച്ചിടുമെന്നാണ് സദേൺ റെയിൽവേ ചാലക്കുടി സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചത്. ഇടയ്ക്കിടെ പുതുക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാർക്ക് വലിയ യാത്രാക്ലേശമാണ് സൃഷ്ടിക്കുന്നത്. ദേശീയപാത 544നെയും തീരദേശ പാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതുക്കാട്, മാപ്രാണം, പുതുക്കാട്, ഊരകം റോഡുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർ ഇതുമൂലം ഏറെ വലയേണ്ടി വരും. പുതുക്കാട് റെയിൽവേ മേൽപ്പാലമില്ലാത്തതാണ് യാത്രാക്ലേശത്തിന്റെ പ്രധാന കാരണമായി യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാര്യത്തിൽ അധികൃതർ ആവശ്യമായ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. കഴിഞ്ഞയാഴ്ച ബുധനും വ്യാഴവും അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നില്ല. ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 25 ലക്ഷം രൂപ പിടികൂടി. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻപിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയിരുന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. കാറിലായിരുന്നു പണം കൊണ്ടുവന്നിരുന്നത്. രാവിലെ മുതൽ തന്നെ സ്ക്വാഡ് ഇവിടെ വാഹന പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഈ വാഹനവും പരിശോധനയ്ക്കായി തടഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിന്നും 25 ലക്ഷം രൂപ കണ്ടെടുത്തത്. ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പരിശോധനയ്ക്കിടെ പണത്തിന്റെ രേഖകളൊന്നും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് കാണിക്കാനായില്ല. ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമാണ് ചെറുതുരുത്തി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്നിരുന്ന കള്ളപ്പണമാണോ എന്നത് പ്രധാനമായും സ്ക്വാഡ് പരിശോധിക്കുന്നത്. നിലവിൽ വാഹനവും പണവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം എറണാകുളത്തേക്ക് പർച്ചേസ് ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയിരുന്ന പണമാണ് ഇതെന്നാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ വിശദീകരണം. എന്നാൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. കാറിൽ ഉണ്ടായിരുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിക്കും. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ ബണ്ടിലെ പാലത്തിനോട് ചേർന്ന് കരിങ്കൽ കെട്ട് ഇടിഞ്ഞത് പുനർനിർമ്മിക്കാൻ നടപടിയായില്ല. കനാലിൽ വെള്ളം തുറന്നുവിടുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്നതിനാൽ സമീപത്തെ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല റോഡ് അവസാനിക്കുന്ന ഭാഗത്തുള്ള പാലത്തിനോട് ചേർന്നാണ് കനാൽ ബണ്ട് ഇടിഞ്ഞിട്ടുള്ളത്. 2 വർഷം മുമ്പ് കനാൽ വൃത്തിയാക്കാനായി കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രം ബണ്ടിലേക്ക് കയറിയപ്പോഴാണ് പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞത്.
കനാലിൽ വെള്ളം നിറയുമ്പോൾ ബണ്ടിടിഞ്ഞ ഭാഗത്തുകൂടി കവിഞ്ഞൊഴുകുന്ന വെള്ളം സമീപത്തെ റോഡിനും വീടുകൾക്കും നാശം വരുത്തുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടു. ഇത് JCB എല്ലാ വർഷവും കനാല് വെടുപ്പാക്കാൻ വരുമ്പോൾ ഇതിലെ ഈ പാലം കാരണം ഇങ്ങോട്ട് കയറ്റുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയത്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ വർഷത്തിൽ 3-4 പ്രാവശ്യം മഴ പെയ്ത് വെള്ളം നിറയുമ്പോഴോ അല്ലെങ്കിൽ കനാലിൽ നിറച്ച് വെള്ളം വിടുമ്പോഴോ ഇവിടെ നിന്ന് മൊത്തം കവിയാണ് ഈ പൊട്ടിയെടുത്ത് കൂടെ. അങ്ങനെ കവിഞ്ഞ് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ ബുദ്ധിമുട്ട് കണക്കാക്കി എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനൊരു കനിവ് കാണിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നാട്ടുകാർ. ബണ്ട് തകർന്ന ഭാഗത്തുകൂടി ഒഴുകിയെത്തുന്ന വെള്ളം വീടുകളിലെ ചാണകക്കുഴികളിൽ നിറയുന്നത് കിണറുകൾ മലിനപ്പെടാൻ കാരണമാകുന്നതായി വീട്ടമ്മമാർ പറഞ്ഞു. ബണ്ട് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ അധികൃതർക്ക് നിവേദനം നൽകിയിട്ട് മാസങ്ങളായി. അധികൃതർ സ്ഥലം സന്ദർശിച്ചുവെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു. ഈ കനാലിന്റെ തിണ്ട് പൊട്ടി JCB എല്ലാ കൊല്ലം വെടുപ്പാക്കാൻ വരുമ്പോൾ ഇവിടെ കയറിയിട്ട് പൊളിഞ്ഞ് നാശമായി. ഞങ്ങളെ വീട്ടിലേക്ക് വെള്ളം വരുമ്പോൾ ഞങ്ങളെ വീട്ടിലേക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ കൂടിയും വരും, തെക്കേ ഭാഗത്തു കൂടിയും വരും. കിണർ നിറയും, ഈ വെള്ളം കൊണ്ട് ചാണക്കുഴി നിറയും, പോർച്ചൊക്കെ നിറയും. മിറ്റം 4 വശവും വെള്ളത്തിലാണ് ഞങ്ങൾ. കനാലിൽ നിന്നുള്ള വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് ടാറിംഗ് ഇളകിപ്പോകാനും വീടുകളുടെ മതിലുകൾക്ക് കേടുവരാനും കാരണമാകുന്നുണ്ട്. മഴ കനത്തു പെയ്ത് കനാൽ നിറഞ്ഞൊഴുകുമ്പോൾ ഈ ഭാഗത്തെ ദുർബലമായ ബണ്ട് പൊട്ടുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അത് 2-3 കൊല്ലമായിട്ട് ഇതിലെ JCB ആണ് കനാല് വെടുപ്പാക്കാറുണ്ട്. അതുകൊണ്ട് JCB ഇതിൽ കയറി ഇറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞെങ്കിലും അവർ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് JCB കയറ്റി ഇറക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ കനാലിൻ്റെ സൈഡ് പൊളിയുകയും ചെയ്തു. പിന്നെ ഈ ഭാഗത്തുള്ള എല്ലാവരുടെ കിണർ നിറയും, ചാണകുഴി നിറയും. അങ്ങനെ എല്ലാവരും മലിനജലമാണ് ഈ ഭാഗത്ത് എല്ലാവരും കുടിക്കുന്നത്. തന്നെയല്ല റോഡിൻ്റെ ടാറിങ് പൊന്തി പൊളച്ച് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് തന്നെങ്കിൽ ഈ പാലത്തിൻ്റെ സൈഡ് കനാല് സൈഡ് കെട്ടി ഈ വെള്ളത്തെ നിയന്ത്രിക്കണമെന്ന് പറയുന്നു. അടുത്ത മഴക്കാലത്തിന് മുമ്പായെങ്കിലും കനാൽ ബണ്ടിന്റെ ദുർബലാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഉയർന്ന പെൻഷനു വേണ്ടി പൈസ അടച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉയർന്ന പെൻഷനോ പെൻഷൻ കുടിശ്ശികയോ നൽകുന്നില്ലെന്നാരോപിച്ച് പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിലെ PF പെൻഷൻകാർ കൊച്ചി PF കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. PF പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. M രാമനാഥൻ, KJ ആൽഫ്രഡ്, TK അനിൽ, V രവീന്ദ്രൻ, ബേബി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. പെൻഷൻകാർ ഒപ്പുവെച്ച മാസ് പെറ്റീഷൻ PF കമ്മീഷണർക്ക് സമർപ്പിക്കുകയും ചെയ്തു. കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ ദ്വിതി ജൂനിയർ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. pre-KG, LKG, UKG വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് പരിപാടി നടത്തിയത്. SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവും PTA എക്സിക്യൂട്ടീവും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ PS ഉഷ, വൈസ് പ്രിൻസിപ്പാൾ VR അനു എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. ഒറ്റയടിക്ക് 1080 രൂപയാണ് കുറഞ്ഞത്. തിങ്കളാഴ്ച പവന് 440 രൂപ കുറഞ്ഞിരുന്നു. ഇതോടെ 2 ദിവസം കൊണ്ട് 1520 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. ചൊവ്വാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 56,680 രൂപയാണ്. ട്രംപ് അധികാരത്തിലെത്തിയതോടെ സ്വർണ്ണവിലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയർന്നു. ശനിയാഴ്ച മുതൽ സ്വർണ്ണവില ഇടിയുന്ന പ്രവണതയാണ് വിപണിയിലുള്ളത്. വെള്ളിയുടെ വില 2 രൂപ കുറഞ്ഞു. 1 ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വില 97 രൂപയാണ്. പലപ്പോഴും വായ്പ എടുക്കുമ്പോൾ വീടോ സ്ഥലമോ ഈടായി നൽകേണ്ടി വരാറുണ്ട്. വലിയ വായ്പാ തുകയ്ക്ക് ഈട് നൽകിയ വസ്തുക്കൾ എപ്പോഴാണ് തിരിച്ചു കിട്ടുക? വായ്പാ തുക പൂർണ്ണമായി തിരിച്ചടയ്ക്കുകയോ തീർപ്പാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വായ്പ എടുത്തവർക്ക് ഇവരുടെ വസ്തുവകകൾ ഉടനടി തിരിച്ചു നൽകണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ഒരു റിപ്പോർട്ട്. ലോൺ എടുത്തയാൾ വായ്പാ തുക പൂർണ്ണമായും തിരിച്ചടച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ഈടായി നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം. ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റു ചാർജുകൾ നീക്കം ചെയ്യാനും RBI ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈടായി നൽകിയ ആധാരം പോലുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ 30 ദിവസത്തിനപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5000 രൂപ നിരക്കിൽ വായ്പക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും RBI മുന്നറിയിപ്പ് നൽകി. 2023 ഡിസംബറിൽ 1 മുതൽ ഇത് നിലവിൽ വന്നിട്ടുണ്ട്. വ്യക്തിഗത വായ്പകൾ അടച്ചു തീർത്തു കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കുമ്പോൾ
ചില വായ്പ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നുവെന്ന പരാതികളെ തുടർന്നാണ് RBI നടപടി. ചെറുകിട ധനകാര്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, സംസ്ഥാന സഹകരണ ബാങ്കുകൾ, ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ, NBFCകൾ ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും RBIയുടെ നിർദ്ദേശം ബാധകമാണ്. ഈട് നൽകിയ രേഖകൾ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ ലഭ്യമാക്കുന്നതിനുള്ള ചെലവും വായ്പാദാതാക്കൾ വഹിക്കണം. അത്തരം സന്ദർഭങ്ങളിൽ നടപടിക്രമം പൂർത്തിയാക്കാൻ 30 ദിവസത്തെ അധിക സമയം കൂടി നൽകും. അതായത് നടപടിക്രമങ്ങൾക്കുള്ള 30 ദിവസത്തിന് പുറമെ 30 ദിവസം അധികം നൽകുമെന്ന് ചുരുക്കം. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുൾ ടൈം മീനിയൽ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം വെള്ളിയാഴ്ച രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048027556976. തൃശൂർ രാമവർമ്മപുരം ഗവൺമെന്റ് ഹിന്ദി അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ DLED ഹിന്ദി കോഴ്സിന്റെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നവംബർ 13 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്ഥാപനത്തിൽ എത്തിച്ചേരണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487233230. കെൽട്രോൺ PG ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ്, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ ജേർണലിസം പരിശീലനം, ആങ്കറിംഗ്, വാർത്താ അവതരണം, വാർത്താ റിപ്പോർട്ടിംഗ്, എഡിറ്റോറിയൽ പ്രാക്ടീസ്, PR അഡ്വർടൈസിംഗ്, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കേന്ദ്രങ്ങളിലാണ് ക്ലാസുകൾ നടക്കുക. നവംബർ 18 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. മൊബൈൽ 9544958182. ലാൻഡ് ലൈൻ കോഴിക്കോട് 0495230172. ലാൻഡ് ലൈൻ തിരുവനന്തപുരം 047123251554. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7055 രൂപ, പവന് 56,680 രൂപ. നന്ദിക്കര തോപ്പുവളപ്പിൽ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാധയാണ് ഭാര്യ. ഗോപൻ, ജയേഷ് എന്നിവർ മക്കളും അമൃത, സത്യ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ ചിറയത്ത് കാട്ടുമാത്ത് ഫ്രീജോവിന്റെയും മഞ്ജുവിന്റെയും മകൾ 1.5 വയസ്സുള്ള ഒക്ടാവിയ അന്തരിച്ചു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് കാർ യാത്രികനായ മലപ്പുറം സ്വദേശി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ അനിമൽ കീപ്പറായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കൈനൂർ സ്വദേശി. ആമ്പല്ലൂർ ഹൈവേ അടിപ്പാത നിർമ്മാണം ഇഴയുന്നതിനെതിരെ പ്രതിഷേധവുമായി ആമ്പല്ലൂരിലെ വ്യാപാരികൾ. വ്യാപാരികൾക്കും ജനങ്ങൾക്കും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലെന്ന ആരോപണം. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ പരിപാടികൾ. പുതുക്കാട് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി 2 ദിവസത്തേക്ക് അടച്ചിടുമെന്ന് അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 8 മുതൽ വ്യാഴാഴ്ച വൈകിട്ട് 6 വരെയാണ് അടച്ചിടുന്നത്. ചെറുതുരുത്തിയിൽ രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 25 ലക്ഷം രൂപ പിടികൂടി. പണം പിടികൂടിയത് ചെറുതുരുത്തിയിൽ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് നടത്തിയിരുന്ന വാഹന പരിശോധനയ്ക്കിടെ. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ ബണ്ടിലെ പാലത്തിനോട് ചേർന്ന് കരിങ്കൽ കെട്ട് ഇടിഞ്ഞത് പുനർനിർമ്മിക്കാൻ നടപടിയായില്ല. വെള്ളക്കെട്ട് ഭീഷണിയിൽ കുടുംബങ്ങൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്.
പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.